ഇനി ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ നോക്കൂ, സാധാരണക്കാരെ ശ്രദ്ധിച്ച ഒരു സർക്കാരായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇത്. ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെയാണ് പ്രതിപക്ഷം നേരിട്ടത്? പരിഹസിച്ചുകൊണ്ടായിരുന്നില്ലേ? 60,018 അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ 5 വർഷങ്ങളിൽ സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ നടത്തിയ ശ്രമം നോക്കൂ. സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് സർക്കാർ സംവിധാനം എത്തി അവിടെ അവൻ്റെ രേഖകൾ ഒപ്പിച്ചു കൊടുത്ത് അവനെ ഗുണഭോക്താക്കി മാറ്റാനുള്ള ഒരു എംപവർമെൻ്റ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. എങ്ങനെയാണ് അതിനെ കണ്ടത്? 0.55% അതിദരിദ്രർ എന്ന് പറയുന്നത് പോലും എടുത്തു കളയാൻ സർക്കാർ നടത്തിയ തീവ്രമായ ശ്രമത്തെ എങ്ങനെയാണ് മാധ്യമങ്ങളടക്കം ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിച്ചത്? ഒടുവിൽ മാധ്യമങ്ങൾ പിന്നീട് തിരയാൻ പോയല്ലോ അതിദരിദ്രരെ. ഇത് പ്രഖ്യാപനം കഴിഞ്ഞ് ഈ ദിവസം വരെയും അങ്ങനെ സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെടാത്ത, സർക്കാരിൻ്റെ കണ്ണിൽപ്പെടാത്ത ഒരു അതിദരിദ്രനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്ത് പരമ്പര? ഈ പറയുന്ന അതേ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന 60,000 രേഖകളില്ലാത്ത നോക്കൂ, ഏത് അതിദരിദ്രനെയാണ് കണ്ടെത്തിയത്? രേഖകളില്ലാത്ത ആളെന്നാണോ? രേഖകളില്ലാത്ത, ഒരു രേഖയുമില്ലാതെ, സർക്കാരിന്റെ ഒരു ആനുകൂല്യവും പറ്റാതെ ഈ യലഹങ്കയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട, കോൺഗ്രസ് സർക്കാരിനാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരെ പോലെ ഒരു രേഖയുമില്ലാതെ നിൽക്കുന്ന മനുഷ്യർ, ഒരു നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി ഒരു സർക്കാർ ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെ പരിഹസിക്കുകയാണോ വേണ്ടത്?